ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ മോർണിംഗ് 4:10 എഴുന്നേറ്റത് വേറൊന്നും കൊണ്ടല്ല, മുഹറം നോമ്പെടുക്കേണ്ട ദിവസം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഞാനൊരു 5:45 ആ ഒരു ടൈമിലായിരിക്കും എഴുന്നേൽക്കുന്നത്. അങ്ങനെ എഴുന്നേറ്റ് ജസ്റ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത്, അത് ഇടയ്ക്ക് പിടിക്കുന്ന നോമ്പായതുകൊണ്ടും പിന്നെ ആ ടൈമിലൊന്നും കഴിക്കാനും തോന്നുകയില്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പം. സോ അതുകൊണ്ട് ഞാൻ രാവിലെ കഴിച്ചത് ജസ്റ്റ് ചായയും പഴം പുഴുങ്ങിയതുമാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ജസ്റ്റ് നീയത്തൊക്കെ വെച്ച് നോമ്പ് എടുത്തു. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് മുതലേ ഉള്ളൊരു ക്ലോക്കാണ്. ഒരു 50 വർഷം പഴക്കം ഏകദേശം ഈ ഒരു ക്ലോക്കിനുണ്ട്. ഏതെങ്കിലും എഴുന്നേറ്റ് ഇത്രയും ടൈമായി, അപ്പോൾ സുബയും കൂടി നമസ്കരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം ഏതാണ്ട് 5:05 രാവിലെ. ഈ ഒരു ഹോള് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ഇത് എൻ്റെ വാപ്പാടെ ഉമ്മ ആണ്. നമസ്കാരം കഴിഞ്ഞിട്ട് ജസ്റ്റ് ദുആ ചെയ്യാണ്. പിന്നെ ഒരു 5:10 ആയപ്പം ജസ്റ്റ് ഒന്ന് ഡോർ ഓപ്പൺ ചെയ്ത് വെളിയിലോട്ട് നോക്കിയപ്പം ഈ ഒരു രീതിയാണ്. വെളിച്ചമൊന്നും വന്നിട്ടില്ല, നല്ല ഒരു ഇരുട്ടി തന്നെയാണ് ആ ടൈമിൽ. പിന്നെ ഞാൻ നമസ്കരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ദുആ ചെയ്തു. അതിനുശേഷമാണ് ഞാനെന്നും ഖുർആൻ കുറച്ച് നേരം ഓതും. നമസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം തസ്ബീഹ് ചൊല്ലും. അതിനുശേഷമായിരിക്കും എപ്പോഴും ഖുർആൻ ഓതുന്നത്. നോമ്പെടുക്കുന്ന ദിവസം കൂടെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം ഇന്ന് ഖുർആൻ ഓതുന്നുണ്ട്. പിന്നെ നമസ്കാരവും ഖുർആനൊക്കെ ഓത്തൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ലാപ്പിൽ ചാർജ് കുറവായിരുന്നു. സോ ലാപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയിടാന്നുള്ള രീതിക്ക് ലാപ്പ് എടുത്ത് ജസ്റ്റ് ചാർജ് ചെയ്യാനിട്ടു കുറച്ച് നേരം. ആപ്പൊന്നും ആരും എടുക്കാറ് പോലും ഇല്ല. വല്ല കാലത്ത് എടുത്ത് ജസ്റ്റ് വല്ല ഫിലിം കാണാനോ എന്തെങ്കിലും ഫയൽ സ്റ്റോർ ചെയ്ത് വെക്കാനോ ആ ഒരു ആവശ്യത്തിന് മാത്രമേ ഇപ്പോൾ എടുക്കുകയുള്ളൂ. പണ്ടൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇതില്ലാതെ പറ്റിയല്ലായിരുന്നു. പ്രൊജക്റ്റും അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു 6 മണിയൊക്കെ ആയപ്പം പുറത്ത് ഏകദേശം ഒരു വെളിച്ചമൊക്കെ വീണു. ഒന്നാമത് ചുറ്റും മരം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെളിച്ചമൊന്നും വരികയില്ല ഇവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നല്ല രീതിയിൽ തന്നെ വെളിച്ചവും ഒരു വെയിലൊക്കെ ചെറിയ തോതിലൊക്കെ വന്നു തുടങ്ങി. പിന്നെ കുറച്ച് നേരം ഞാൻ വെറുതെ ജസ്റ്റ് ചെടിയൊക്കെ നോക്കി പുറത്തൂടെ കുറച്ച് നേരം നടന്നു. ഞാൻ ജസ്റ്റ് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് സ്ക്രബൊക്കെ ചെയ്ത് അങ്ങനെ സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീടൊക്കെ ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് തൂത്ത് വൃത്തിയാക്കി.
അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പം ജസ്റ്റ് ഞങ്ങളുടെ ഒരു വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാർ. സോ അത് കുറച്ച് നേരം വണ്ടി കെട്ടി വലിച്ച് കൊണ്ടുപോകുന്നതൊക്കെ നോക്കിയിരുന്നു. ജസ്റ്റ് അവരൊരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഈ കാരിയർ പോലത്തെ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് അതിലേക്ക് കെട്ടി ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു ചെയ്തത്. കുറേ നേരം ആ കാര്യങ്ങളൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. ആദ്യം ജസ്റ്റ് അവർ ആ ഒരു ചെയിനിട്ടപ്പോൾ ചെയിൻ പൊട്ടിപ്പോയി. പിന്നെ ജസ്റ്റ് ഒന്നുകൂടെ എന്തൊക്കെയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടപ്പോഴാണത് റെഡി ആയത്. പിന്നെ കുറച്ച് നേരം എടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഫൈനലി അവരങ്ങനെ കറക്റ്റായിട്ട് ഇതൊക്കെ ചെയ്ത് അങ്ങനെ കറക്റ്റായിട്ട് അവർ വണ്ടി കൊണ്ടുപോയി. ഞാൻ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് ജസ്റ്റ് ക്യാമറ സൂം ചെയ്താണ് എടുത്തത്. ജസ്റ്റ് റോഡിൻ്റെ അത്രയൊരു ഡിസ്റ്റൻസും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റ് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു വീഡിയോ. പിന്നെ വെറുതെ ഹിഷാമിൻ്റെ റൂമിൽ പോയി അവൻ ജസ്റ്റ് ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്, മഹേഷിൻ്റെ പ്രതികാരം. പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് സിനിമ കണ്ടു. പിന്നെ നോമ്പ് മുറിക്കുന്ന ടൈമിൽ ഹിഷാമിൻ്റെ ഓൺ ക്രിയേഷനായിട്ട് കുറച്ച് ബീഫൊക്കെ എടുത്തിട്ട് അവൻ എന്തോ പരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ചില്ലി പൗഡറും അങ്ങനത്തെ കാര്യങ്ങളും കോൺഫ്ലവറൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഫ്രൈ ഔട്ട് ചെയ്താണ് ചെയ്തത്. ഈവനിങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് നോക്കിയപ്പം ഈ ഒരു രീതിക്കായിരുന്നു. പിന്നെ ജസ്റ്റ് കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി ഞാനും ഹിബാഷും കൂടെ വെറുതെ സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം നോമ്പ് തുറക്കാനുള്ള ആ ഒരു ടൈമായിരുന്നു. അങ്ങനെ നോമ്പ് മുറിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് നോമ്പ് സ്പെഷ്യലായിട്ട് പത്തിരിയും കപ്പയും ബീഫും ആയിരുന്നു. പിന്നെ ഹിഷാമിൻ്റെ സ്പെഷ്യൽ എന്താ പറയുക, പരീക്ഷണവും. ബീഫ് കൊള്ളായിരുന്നു ഹിഷാം ഉണ്ടാക്കിയത്, പക്ഷേ കുറച്ച് നാരങ്ങാനീര് കുറച്ച് കൂടിപ്പോയി. ആ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ. Thank you so much for watching my channel. Thank you.